ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്നു എന്ന പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്ലാം മതപ്രഭാഷകൻ സക്കീർ നായിക്കിന്റെ മകനായ ഷെയ്ഖ് ഫരീഖ. എന്നാലും ഇന്നും മുസ്ലിം മതത്തിൽ വീർപ്പുമുട്ടലുകൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മതപ്രഭാഷകൻ സക്കീർ നായിക്കിന് തങ്ങളുടെ പീസ് ടിവിയിലൂടെ ഇസ്ലാം മതസ്ഥരായ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ആശയങ്ങളാണ് സമൂഹത്തിന് മുന്നിൽ അഴിച്ചുവിടുന്നത്. ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ഈ TV നിരോധിച്ചതുമാണ്. അടുത്തിടെ കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ല് എതിർക്കണമെന്ന് സക്കീർ നായിക് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ച് തെറ്റായ പ്രചരണം നടത്തുകയും ചെയ്തുവെന്നാണ് സക്കീർ നായിക് പറഞ്ഞത്. നികൃഷ്ട നിയമം ദുഷ്ഫലങ്ങൾ നൽകുന്നുണ്ട് എന്നും ബില്ല് പരിശോധിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് തങ്ങളുടെ നിരാകരണങ്ങൾ അയക്കാൻ മുസ്ലിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും വിവാദ പ്രസംഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു ഓൺലൈൻ പെറ്റീഷനിലേക്ക് ഒരു QR കോഡും ഒരു URL-ഉം പങ്കിട്ടുകൊണ്ട് കുറഞ്ഞത് 5 ദശലക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങളെങ്കിലും സെപ്റ്റംബർ 13-നകം തങ്ങളുടെ തിരസ്കരണങ്ങൾ അറിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും അതിനെയെല്ലാം നമ്മൾ മാറ്റി നിർത്തിയാൽ മകൻ ഉന്നയിച്ച ഈ പ്രസ്താവനയോട് എത്ര കൊണ്ട് യോജിക്കാൻ സാധിക്കുമെന്നാണ് സമൂഹത്തിലെ പൊതുജനങ്ങൾ ചോദിക്കുന്നത്. ഭീകരമായ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ ഓരോ പ്രഭാഷണങ്ങളും ഒഴുകുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ മതസ്പർദ്ധ വളർത്തുകയാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം വിവാദ ഇസ്ലാം മതപ്രഭാഷകനായ സക്കീർ നായിക്കും അദ്ദേഹത്തിന്റെ മകനും അടുത്ത മാസം പാകിസ്ഥാൻ സന്ദർശിക്കാൻ ഒരുങ്ങുക എന്നതാണ്. പാക് സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് ഇരുവരും പോകുന്നത്. ഇതിനു മുന്നോടിയായി പാക് യൂട്യൂബറായ നാദിർ അലിക്ക് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖം വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. നിലവിൽ മലേഷ്യയിലാണ് സക്കീറും മകനും താമസിക്കുന്നത്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ അടുത്തിടെ കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബിൽ എതിർക്കണമെന്ന് സക്കീർ നായിക് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് ഒന്നടങ്കം ആഹ്വാനം ചെയ്തിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അച്ഛന്റെയും പാതയിലൂടെ തന്നെയാണ് മകനും എന്നതാണ്. ആ മകന്റെ വാക്കുകൾ തന്നെ ധാരാളമാണ്. പിതാവ് സക്കീർ നായിക് 100 കണക്കിന് ആളുകളെ മതം മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ താൻ വളരെ കുറച്ചുപേരെ മാത്രമാണ് മതം മാറ്റിയതും കൂടാതെ ഞങ്ങളുടെ പീസ് TV വഴി ആയിരങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നും ഈ മകൻ പറയുന്നു. എന്നാൽ ഈ ആളുകളുടെ കൃത്യമായ കണക്കുകൾ എൻ്റെ കൈകളിലില്ല. പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്നതെന്നും ഇസ്ലാം മതത്തിൽ മാത്രമാണ് സ്ത്രീകൾക്ക് വലിയ ബഹുമാനം ലഭിക്കുന്നതെന്നുമാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. പാശ്ചാത്യ സംസ്കാരം സ്ത്രീകളെ അടിച്ചമർത്തുകയാണ്. ഇതിനാലാണ് പെണ്ണുങ്ങൾ ഇസ്ലാമിലേക്ക് തിരിയുന്നത്. അമേരിക്കയിലെ ആക്രമണത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചവരിൽ മുന്നിൽ 2 സ്ത്രീകളാണ് എന്നും ഫാരിസ് പറയുന്നു. ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിലും ഞങ്ങൾ മലേഷ്യയിൽ സംതൃപ്തരാണ്. ഇതൊരു മുസ്ലിം രാജ്യമാണ്. ഇസ്ലാം രാജ്യത്തിന്റെ മതമാണ്. നമ്മൾ താമസിക്കുന്നിടത്ത് 95% ആളുകളും മുസ്ലിങ്ങളാണ്. അതിനാൽ തികച്ചും ഇസ്ലാമിക അന്തരീക്ഷത്തിലേക്കാണ് ജീവിക്കുന്നതെന്നും ഇയാൾ പറയുന്നു. പീസ് TV ഇസ്ലാമിന്റെ സേവനത്തിന് വേണ്ടിയുള്ളതാണ് എന്നും ഇയാൾ പറയുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദം തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയാണ് സക്കീർ നായിക്. 2016-ൽ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധക്കയിൽ സ്ഫോടനത്തിന് പിന്നാലെയാണ് സക്കീർ നായിക് ശ്രദ്ധിക്കപ്പെടുന്നത്. സക്കീറിന്റെ വീഡിയോ കണ്ടാണ് സ്ഫോടനം നടത്തിയതെന്ന് അക്രമികൾ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് സക്കീർ ഇന്ത്യ വിട്ടത്. 2006-ലാണ് പ്രകോപനകരമായ പ്രസംഗങ്ങൾ നടത്തുന്നുവെന്ന് പീസ് TV സക്കീർ നായിക് തുടങ്ങിയത്. മതപരമായ അസഹിഷ്ണുതയും ക്രമസമാധാനപരമായ തീവ്രവാദവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ സമാനമായ അടിസ്ഥാനത്തിൽ ഇന്ത്യയും പീസ് TV നിരോധിച്ചിരുന്നു. നായിക്കിന്റെ സംഭാഷണങ്ങളും പ്രസംഗങ്ങളും വളരെ പ്രതിഷേധാർഹമാണ് എന്ന് ഇന്ത്യ ഗവൺമെന്റ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ഇന്ത്യയിൽ തിരയുന്ന സക്കീർ നായിക്കിന്റെ വിവാദ പീസ് TV ചാനലിന്റെ സംപ്രേഷണം സർക്കാർ നിരോധിച്ച് 2 വർഷം കഴിഞ്ഞതിനു ശേഷവും വിവാദ ഉള്ളടക്കം ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.